പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെൻറ്റിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മളിവിടെ മുംബൈയിൽ നിന്ന് പാരീസിലേക്കാണ് പോകുന്നത്. അതിന് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ മുംബൈ ഇൻ്റർനാഷണൽ ലോഞ്ചിലാണ് ഇരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ റുപ്പേ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 രൂപയ്ക്ക് കിട്ടാത്ത സാധനങ്ങളില്ല. ഞാനിവിടെ കഴിച്ച് മതിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് നേരം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. 6 മണിക്കൂർ മുമ്പ് മാത്രമേ എയർപോർട്ടിനകത്ത് കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇതിനകത്ത് കയറി ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോഞ്ചിനകത്തായിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ലോഞ്ചിൽ. കുൽച്ച, ചിക്കൻ റോൾ, ഇത് ക്യാരറ്റ് ഹൽവ, ബീറ്റ്റൂട്ട് ഹൽവ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ലോഞ്ച് മസ്റ്റായിട്ട് ആക്സസ് ചെയ്യുക. നിറയെ ഫുഡും റെസ്റ്റും നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും. എനിക്ക് രാവിലെ 2:30-ക്ക് ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഉള്ളൂ. സോ അതുവരെ ഐ വിൽ ബി ഹിയർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാരീസിൽ നിന്ന് 14 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം, കണ്ടിന്യൂസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ചിലിയിലെത്തിയിരിക്കുകയാണ്. ചിലിയിലെ സാന്റിയാഗോ എന്ന എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് ഇപ്പോൾ രാവിലെ 10:30 ആയുള്ളൂ. രാത്രി 9 മണിക്ക് മാത്രമേ ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. അത് ലാത്തം എയർലൈൻസിലാണ്, പുണ്ട അരീനാസിലേക്ക്. അവിടെയാണ് നമ്മുടെ ടീം ജോയിൻ ചെയ്യുന്നത്. സോ എനിക്കൊരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ എംബസിയിലോട്ട് പോകാൻ ആലോചിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരുപാട് പേരെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ക്രൂയിസ് ടൂർ എടുത്ത് വരുന്നവരാണ്. പാറ്റഗോണിയ എന്ന് പറയുന്നത് ഈ സൗത്ത് അമേരിക്കയുടെ ടിപ്പിനുള്ള ഏരിയയ്ക്ക് പറയുന്ന പേരാണ്. ആ പാറ്റഗോണിയയിൽ ക്രൂയിസിൽ ടൂർ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഭയങ്കര റേറ്റാണ്. എൻ്റെ കൂടെ ഇരുന്ന ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും അവരും ഈ ടൂർ വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ ടൂറിന് വേണ്ടി വന്നിട്ടുള്ളവരായിരുന്നു. പൊതുവെ അവർ ഈ കൂട്ടത്തിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിച്ച് ടൂറിസ്റ്റുകളാണ് ഇവരെല്ലാവരും. ഫ്രം ഫ്രാൻസ്, പല രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരാണ്. ഇതാണ് ചിലി. ചിലി ഇത്ര നീളത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ. ഭയങ്കര നീളത്തിൽ കിടക്കുന്ന രാജ്യമാണ്. ടൂറിസം അഡ്വഞ്ചൂറ ചിലിയിലെ ടൂറിസം ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രദർശനം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇത് ഈസ്റ്റർ ഐലൻഡ്സ് ആണ് കേട്ടോ. ഇത് ചിലിയിൽ നിന്ന് 6 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ മാത്രമേ ഇവിടെ എത്തത്തുള്ളൂ. അങ്ങനെ ഒരുപാട് ചിലിയിലെ സ്ഥലങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഞാൻ പറഞ്ഞ ക്രൂയിസ് ഷിപ്പിൻ്റെ ആൾക്കാരാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിലിയുടെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. മീൻസ് എയർപോർട്ട് വിട്ടു പോയിട്ടില്ല. നമ്മളൊരു സിം ഇവിടെ എടുത്തു. 2 GB ഡാറ്റ പ്ലസ് 100 മിനിറ്റാണ് ഇവിടെ ഉള്ളത്. ഈ സിം എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു രേഖയും മേടിച്ചില്ല. വെറും 3000 ചിലിയൻ പെസോസ്, $100 കൊടുത്തു കഴിഞ്ഞാൽ 66,000 ചിലിയൻ പെസോസ് കിട്ടും. അതിലൊരു $300 കൊടുത്തപ്പം, 300 ചിലിയൻ പെസോസ് കൊടുത്തപ്പം ഒരു സിം തന്നു. ഈ ചായയ്ക്കും ഇത് കോഫിക്കും 3000 ചിലിയൻ പെസോസാണ് വില. അവിടെയാണ് നമ്മൾ ഡോളർ ചേഞ്ച് ചെയ്ത സ്ഥലം. ഞാൻ ഇവിടുന്ന് ഒരു മുട്ടായി മേടിച്ചു. ക്രോക്കോലേഗ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഹണി ക്യാൻഡിയാണ്. നല്ല രുചിയുള്ള ക്യാൻഡിയാണ്. ഇവിടെ കിട്ടത്തുള്ളെന്ന് തോന്നുന്നു. സൗത്ത് അമേരിക്കൻ മെയ്ഡാണ്. പിന്നെ എൻ്റെ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. എന്നാലൊരു പുതിയ സൺസ്ക്രീൻ ഞാൻ മേടിച്ചു. അത് നല്ല മണവും നല്ല അധികം ഗ്രീസി അല്ലാത്ത ഒരു സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ട്. I'll show you. ഇതാണ് സാധനം. ലെബ്ലോൺ എന്നാണ് അതിൻ്റെ പേര്. ലെബ്ലോൺ സ്പോർട്ടാണ്. 50% 50+ ആണ് FPS. UV പ്രൊട്ടക്ഷൻ വളരെ കൂടുതലാണ്. നല്ല മണമാണ് ഇതിന്. ഇതതിൻ്റെ പ്രത്യേകത. പിന്നെ ആ കടയിലുള്ളൊരു പുള്ളിക്കാരുടെ പേര് പാബ്ലോ എന്നാണ്. പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരുടെ എക്സ് ഹസ്ബൻഡ് ബാംഗ്ലൂരുകാരനാണ്. മക്കളും ബാംഗ്ലൂർ പഠിക്കുകയാണ്. പുള്ളിക്കാരി തിരിച്ച് ചിലിയിലേക്ക് വന്ന് ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുകയാണ്. പുള്ളിക്കാരി ഇന്ത്യ ഇഷ്ടപ്പെടുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു. വളരെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയായിട്ടൊരു ബന്ധം ഉണ്ടാക്കി. ഇവിടെ നിറയെ ഷോപ്പുകളാണ്, ഭക്ഷണശാലകളും പിന്നെ അവരുടെ കസ്റ്റംസിൻ്റെ ഓഫീസും ഒക്കെയാണ്. നമ്മളിപ്പോഴും എയർപോർട്ടിനകത്ത് തന്നെയാണ്. എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഞാൻ പോയിട്ടില്ല. അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങണം. ഇപ്പം സമയം ഏകദേശം
1:10. നമ്മളിവിടെ എയർപോർട്ടിൽ നിന്നൊരു ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റും കുറച്ച് ഫ്രൂട്ട്സുമാണ്, സലാഡുമാണ് ബേസിക്കലി. ഇതിന് ഏകദേശം 12,000 ചിലിയൻ പെസോസാണ്. 12,000 ചിലിയൻ പെസോസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാവും നമുക്ക് നോക്കാം. ചിലിയൻ പെസോസ് ടു USD. ചിലിയൻ പെസോസ് ഏകദേശം 12,000, ഏകദേശം $15 കേട്ടോ. $15 ഇതിൻ്റെ വില. ഗംഭീര എയർപോർട്ടാണ്. T1-നും T2-നും ഇടയ്ക്കൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. സ്ത്രീകളാണ് ഇവിടെ എല്ലാം സെർവ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഉള്ള കിടിലൻ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിവേ ഇത് കഴിച്ചിട്ട് രാത്രി ഫ്ലൈറ്റ് ഉണ്ട്, തിരിച്ചു പോകണം. അങ്ങ് അറ്റത്ത് നിങ്ങൾക്ക് കടൽ കാണാൻ സാധിക്കും. ഒരു മലയാണ്, നീലമല. അതിൻ്റെ ഇപ്പുറത്ത് കടലുണ്ട്. ഒരുപാട് സ്ട്രീറ്റുകൾ കടന്നു പോകാനുണ്ട്. ഒരു സെൻട്രൽ സ്ക്വയർ ഒക്കെ ഉണ്ട്. വി വിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ചിലി എന്ന് പറയുന്ന ഒരു മറ്റേ മേളിയും താഴോട്ട് കിടക്കുന്ന ഒരു നീളമുള്ള രാജ്യമാണ്. നമ്മൾ വിചാരിക്കും വികസനമൊന്നും ഇല്ലെന്ന്, പക്ഷേ ഇവിടെ പെർഫെക്റ്റാണ്. എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. നമുക്ക് റോഡിൽ നിന്നും ആരും അഴുക്കില്ല. വൃത്തി, ഒരു രാജ്യത്തിൻ്റെ വൃത്തി കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ വൃത്തി നമുക്ക് മനസ്സിലാവും. സോ ഐ ലവ് ദിസ് പ്ലേസ്. പീപ്പിൾ ആർ സ്പീക്കിംഗ് സ്പാനിഷ്. അതാണൊരു പ്രോബ്ലം. സോ ലാംഗ്വേജ് ബാരിയർ ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് എൻജോയ്ഡ് മോർ ബെറ്റർ. എനിവേ നമ്മൾ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുൻറ്റാ അരീനാസിൻ്റെ സിറ്റി സ്ക്വയർ, സിറ്റി സെൻറ്റർ എന്ന് പറയാം. വണ്ടികൾ പറന്ന് വരും. റെഡ് ലൈറ്റ് നോക്കിയില്ല, ഞാൻ ചാടിപ്പോയി. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. ഇതാണ് ഭംഗിയുള്ള സിറ്റി സെൻറ്റർ. വളരെ കുറച്ച് ആൾക്കാരെ ഇവിടെ താമസിക്കുന്നുള്ളൂ, പക്ഷേ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റിയാണ്. മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ പൈൻ മരങ്ങളോട് സാദൃശ്യമുള്ള മരങ്ങളാണ്. നിറയെ പൂക്കളൊക്കെയുള്ള മരങ്ങൾ സൈഡിൽ നിൽപ്പുണ്ട്. ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കറങ്ങി നടപ്പുണ്ട്. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ടൂറിസ്റ്റുകളാണ് കൂടുതൽ ആൾക്കാർ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ബേസിക്കലി. Tierra del Fuego. ഇവർ ഏഷ്യൻ വംശജരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളവിടെ വെച്ചൊരു ചൈനീസ് പെൺകുട്ടിയും പിന്നെ അവരുടെ ഭർത്താവായിട്ടുള്ള ചിലിക്കാരനെ കണ്ടുമുട്ടി. അവർ നമ്മുടെ ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ എടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടുകൊണ്ട് ഞാൻ വലിയ ഫേമസ് ആണെന്ന് വിചാരിച്ച് അവർ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐഡികൾ കൈമാറി കഴിഞ്ഞു. എനിവേ നമ്മൾ ചിലിയുടെ ഒരു മനോഹരമായ ഒരു നഗരത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകളൊക്കെ പെർഫെക്റ്റ് ബിൽഡിങ്ങുകളാണ്. ഒരു പാകപ്പിഴ പോലും കാണാനില്ല. നല്ല ഭംഗിയായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ, നല്ല ഭംഗിയുള്ള സ്ട്രീറ്റുകൾ, പഴമ തോന്നിക്കുന്ന ബിൽഡിങ്ങുകൾ ഇവിടെ ഒരുപാടുണ്ട്. ഇത് കണ്ട ഒരു പഴയ ബിൽഡിങ് പോലെ ഉണ്ട്. പിന്നെ റോഡ് ട്രാഫിക്കൊക്കെ പെർഫെക്റ്റാണ്. നമ്മൾ ട്രാഫിക് ലൈറ്റ് അതായത് പച്ചയായിരിക്കുകയാണ്. പച്ച അല്ലെങ്കിൽ തന്നെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വണ്ടി ചവിട്ടും. ദാറ്റ് ഈസ് ദെയർ. അങ്ങനെയാണ് ഒരു നടക്കുന്ന ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സിറ്റി സെൻറ്റർ വിട്ട് നമ്മൾ കടലിലേക്ക് പോകാൻ പോവുകയാണ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കടൽ. സാന്റാഡർ, ഇത് സാധനം അറിയത്തില്ല.